കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ലോകമാകെ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു സംഭവമായിരുന്നു. ജർമ്മനിയിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ കോടികൾ വിലമതിക്കുന്ന തുക വ്യാജ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും അത് പിന്നീട് പിടിക്കപ്പെട്ടതായും എന്നുള്ള വാർത്ത. ലോകം മുഴുവനും ഒരു ചോദ്യമാണ് അന്ന് ചോദിച്ചത്. ഇത്രയും വലിയ സ്ഥാനവും ഐഡന്റിറ്റിയും ലഭിച്ചിട്ടും അവനത് നഷ്ടപ്പെടുത്താൻ തയ്യാറായോ? ജീവിതത്തിൽ ഐഡന്റിറ്റി നഷ്ടപ്പെടുക ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരു വീട് പൊളിഞ്ഞു പോയാൽ വീണ്ടും പണിയാം, ഒരു വസ്തു തകർന്നാൽ അത് വീണ്ടും വാങ്ങാം. പക്ഷെ ഒരുവൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അതേപടി നിലനിർത്താനും തിരികെ ലഭിക്കാനും അത് വളരെ പ്രയാസമുള്ള കാര്യം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന അവിശ്വസ്തനായ മാനേജർ തൻ്റെ തെറ്റുകൾക്കിടയിലും തൻ്റെ സ്ഥാനം, തൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ മുഴുവൻ ശ്രമവും നടത്തുകയുണ്ടായി. അവൻ്റെ അനീതി യേശു പ്രശംസിച്ചില്ല, പക്ഷേ ഐഡന്റിറ്റി രക്ഷിക്കാനുള്ള ജാഗ്രത അതാണ് യേശു ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഐഡന്റിറ്റിയാണ്. ലോകം നൽകുന്ന പദവികളും ബഹുമതികളും വീണ്ടും ലഭിക്കും, പണം നഷ്ടപ്പെട്ടാലും വീണ്ടും സമ്പാദിക്കും. പക്ഷെ ദൈവത്തിൻ്റെ മക്കൾ എന്ന ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം. ദൈവമക്കൾ എന്ന ഐഡന്റിറ്റിക്ക് അപജയം സംഭവിക്കുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനം തന്നെയാണ് നഷ്ടമാകുന്നത്. തൻ്റെ ഐഡന്റിറ്റി നിലനിർത്താൻ കൗശലപൂർവ്വം പ്രവർത്തിച്ച കാര്യസ്ഥനെ പോലെ നമ്മുടെ ദൈവമക്കൾ എന്ന ഐഡന്റിറ്റിക്കും വന്നിട്ടുള്ള പോരായ്മകൾ നീക്കി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളും കൗശലപൂർവ്വം പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയും കൂദാശപരമായ ജീവിതവും ഇതിനൊരു മുതൽക്കൂട്ടാണ്. കാരണം അതുതന്നെയാണ് നമ്മുടെ ശാശ്വത ഭാവി തീരുമാനിക്കുന്നത്.